കിഫ്രി എന്ന വിച്ച് ഹാറ്റിൻ്റെ സങ്കീർണമായ സ്വഭാവമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനൊടുക്കം കണ്ടത്. ഒരാളുടെ ഓർമ്മ മായ്ച്ചു കളയുക എന്നത് എത്ര വലിയ ഗൗരവകരമായ കാര്യമാണെന്നറിഞ്ഞിട്ടും നൈപുണ്യനായ നോൾനോവയുടെ മെമ്മറി അവൻ മായ്ച്ചു കളഞ്ഞു. ഗ്രിംഡി ക്യാപ്സിൻ്റെ ദുർമന്ത്രം സാധാ ലോകത്തേക്ക് വന്നു തുടങ്ങിയതായി മനസ്സിലാക്കി നൈറ്റ്സ് മൊറാൽസിനെ അറിയിക്കണമെന്ന് നിൽക്കെ ആ കണ്ട ഓർമ്മ മാത്രമായി നോൾനോവയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞപ്പോൾ, എന്നാൽ താഴെ കൊച്ചുമകൻ ടാർട്ട ആ പ്രത്യേക മഷി കൊണ്ടുള്ള സ്പെല്ലിൻ്റെ പ്രഭാവം അനുഭവിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നോൾനോവ അങ്ങനെ ഒരു സംഭവമേ നടക്കാത്ത പോലെ സംസാരിച്ചു കേട്ട് അവൻ ഞെട്ടി. തൻ്റെ മുത്തച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ടാർട്ട അവിടെ അങ്ങനെ നിന്ന് ആലോചിക്കുന്നത് കിഫ്രിയെക്കുറിച്ചാണ്. മുത്തച്ഛൻ അറിയില്ലേൽ എന്താണ് ആ പ്രകാശമെന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കിഫ്രിക്ക് അറിയാം. അതോ ഇനി ഇതിൻ്റെ കാരണം തന്നെ കിഫ്രിയാണോ എന്ന ദുരൂഹതകൾ അവനിൽ പൊട്ടിമുളയ്ക്കുമ്പോൾ അറ്റീലിയറിൽ നോക്കിയാൽ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ മുതുവത്ത്. അതാണ് അവിടെ 3 ചേച്ചിമാരുമായി ട്രെയിനിങ് നടത്തുന്ന കിഫ്രിയെ കാണുമ്പോൾ തോന്നുന്നത്. ഒരു സബർജല്ലിക്ക പറിക്കാൻ വേണ്ടി കാറ്റമന്ത്രം വിൻ സ്പെൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് കോക്കോ. എന്നാൽ അവൾ വരച്ച മാന്ത്രിക ചിഹ്നം വലുതായി പോയത് കാരണം സബർജല്ലി മാത്രമല്ല കിഫ്രിയെയും ആ സബർജല്ലി മരത്തെ മുഴുവനായും അവൾ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഇത് കണ്ട് ആ മന്ത്രം എങ്ങനെ കൂടുതൽ നന്നായി ചെയ്യാം എന്ന് ടെറ്റിയെ കോക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവരെ സഹായിക്കുന്നതിന് പകരം ടെറ്റിയെ കുറ്റപ്പെടുത്താനാണ് ഇതൊക്കെ കണ്ടങ്ങോട്ട് വരുന്ന അഗോത്ത് നോക്കിയത്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്നായിരുന്നു അഗോത്തിൻ്റെ പരിഹാസം. പക്ഷെ അഗോത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ 2 പെൺകുട്ടികൾക്കും കോക്കോയ്ക്കും ടെറ്റിയ്ക്കും നന്നായി അറിയാമായിരുന്നു. അവർ രണ്ടുപേരും കൂടി അഗോത്തിൻ്റെ അടുത്തേക്ക് ഓടി വീണ്, എങ്കിൽ പിന്നെ നിനക്കറിയാലോ, നീ ഞങ്ങളെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അവളെ പിടികൂടി. അഗോത്ത് ഇന്നേരം അവളുടെ ആ സുപ്രധാന പരീക്ഷണത്തിന് മുന്നോടിയായുള്ള പ്രാക്ടീസിലാണ്. പെണ്ണ് ഇപ്പോഴേ വലിയ ആളെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച് നിൽപ്പാ. കാരണം ലാസ്റ്റ് ടെസ്റ്റ് അല്ലേ, ഇത് കഴിഞ്ഞാൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ പോകുന്നതിന് ഇപ്പോഴേ ഗമ കൂട്ടുവാണ്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന എന്തിനാണെന്നുള്ള സംശയം കുട്ടികൾക്ക് വരും. അത് സ്വാഭാവികം. കിഫ്രി അതേക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. മന്ത്രവാദികൾ ജയിക്കേണ്ട 5 പരീക്ഷകളെക്കുറിച്ച്. പണ്ടുകാലത്തെ പ്രഥമ മന്ത്രവാദികൾക്ക് ഇതൊരു ഭാരമായി തോന്നിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഈ പരീക്ഷകളെ സമ്മാനങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്ന നല്ലൊരു സാഹസിക യാത്ര പോലെയാക്കി മാറ്റി. ഇതിൽ ആദ്യത്തെ പരീക്ഷയെക്കുറിച്ച് അവർക്കെല്ലാം നന്നായി അറിയാം. കാരണം അത് ദാദാ റേഞ്ചിൽ വെച്ചാണ് നടക്കുന്നത്. ഇതുകൂടാതെ 4 പരീക്ഷകൾ കൂടിയുണ്ട്. അതിൽ അവസാനത്തെ പരീക്ഷ ജയിക്കേണ്ടത് സ്വന്തമായി ശിഷ്യന്മാരെ, അപ്രൻറ്റീസുകളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. ലൈക്ക് ഇപ്പോൾ കിഫ്രിയുടേതുപോലെ ആവണമെങ്കിൽ. ഇവിടെ കോക്കോ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൾക്ക് അമ്മയെ രക്ഷിക്കാൻ ആ ടവർ ഓഫ് ടോംസ് സന്ദർശിക്കണമെങ്കിൽ 3ാമത്തെ പരീക്ഷ നിർബന്ധമായും ജയിക്കണം എന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അറിയുന്നു. അഗോത്തിന് ആ ടവറിൽ ഒരു ലൈബ്രറിയൻ ആകാനാണ് ആഗ്രഹമെന്നും അവൾ മനസ്സിലാക്കുകയാണ്. കാരണം അഗോത്തിൻ്റെ കുടുംബത്തിലെ എല്ലാ തലമുറയിലും പെട്ട ആരെങ്കിലുമൊക്കെ അവിടെ ലൈബ്രറിയൻ ആയിട്ടുണ്ടായിരുന്നു. ടെറ്റിയ അഗോത്തിൻ്റെ ഈ ചരിത്രത്തെക്കുറിച്ച് കോക്കോയോട് പറയുമ്പോൾ ഈ പിങ്ക് മുടിക്കാരുടെ ആഗ്രഹം പഠിച്ച് പാസ്സായി വിദൂരത്ത് പോയി എല്ലാ ജനങ്ങൾക്കും സഹായം ചെയ്ത് അവരുടെ നന്ദിയും സന്തോഷവും അനുഭവിക്കാനാണ്. കോക്കോയ്ക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൾ ലൈറ്റായി ജോയിൻ ചെയ്തവളല്ലേ. ഇപ്പോൾ ആഗ്രഹം എങ്ങനെ കൂടുതൽ സ്പെല്ലുകൾ വരയ്ക്കാമെന്ന് മാത്രമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് റിച്ചെ. മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യമില്ലാത്തതും ആഗ്രഹമില്ലാത്തതുമായ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മന്ത്രങ്ങൾ മാത്രം ഉണ്ടാക്കാനാണ് താല്പര്യമെന്നും താനിപ്പോൾ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് തനിക്ക് സന്തോഷമെന്നും അവൾ വിളിച്ചു പറഞ്ഞു പോകുന്നു. അവൾ ചെവികൊള്ളുന്നില്ലെന്നറിയാമെങ്കിലും അഗോത്ത് പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന മന്ത്രങ്ങൾ വരച്ച് ശീലിച്ചാൽ മാത്രമേ കൃത്യതയും വഴക്കവും വരികയുള്ളൂ. കിഫ്രി പറയുന്നതും അതാണ്. ഒരു സ്പെൽ പല ആവർത്തി സ്വയം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നാളെ ഒരിക്കൽ അതുപോലെ ചതിക്കപ്പെടില്ലെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം വരുത്താൻ കഴിയുള്ളൂ. അന്ന് രാത്രി കോക്കോയ്ക്കൊരു ഭയങ്കരമായ സ്വപ്നമുണ്ടായി. അതവളുടെ അമ്മയുടേതായിരുന്നു. കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചെങ്കിലും വൈകാതെ അവർ മഞ്ഞുകട്ടകളാൽ ഉറഞ്ഞുപോയി. അമ്മയുൾപ്പെടെ ചുറ്റുമെങ്ങും ശബ്ദം മുഴങ്ങി. അമ്മയെ രക്ഷിക്കാൻ കോക്കോയ്ക്ക് കഴിയില്ലെന്നും, കാരണം അവൾ മന്ത്രവാദിയല്ല, ഒരു സാധാരണ ഔട്ട്സൈഡറാണ്. എല്ലാവരും തൻ്റെ കഴിവിൽ സംശയിക്കുന്നുണ്ടെന്നുമായിരുന്നു ആ പേടി സ്വപ്നം. ഇതോടെ ഞെട്ടിയുണ്ടെന്ന കോക്കോയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അവൾ എണീറ്റിരുന്ന് നേരെ നോക്കാതെ പഠിക്കാൻ തുടങ്ങി. അഗോത്തും പുറത്തു നേരം കഠിനമായ പരിശീലനത്തിൽ മുഴുകി തിരികെ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. കിഫ്രി എപ്പോഴും അവിടെ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. പറ്റുന്ന രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതിയെന്നുള്ള മാഷിൻ്റെ ഉപദേശം കേട്ട് മുറിയിലേക്ക് എത്തിയപ്പോൾ കോക്കോ അവിടെ സ്പെൽ വരച്ചു കൊണ്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഇതേസമയം കിഫ്രി താഴത്തെ നിലയിൽ ചുറ്റുമായി ഒരു മാന്ത്രിക മതിലുണ്ടാക്കി അറ്റീലിയറിൻ്റെ ചിമ്മിനിക്കുള്ളിൽ കയറി സ്വയം അടച്ചിരുന്നു. ബ്രിംഡിക്ക മന്ത്രവാദിയുടെ പക്കൽ നിന്നും വന്ന ആ ചെറിയ കുപ്പി വെച്ച് രഹസ്യമായി ചില പരീക്ഷണങ്ങൾ നടത്താനാണ് അവനിങ്ങനെ സുരക്ഷിത സ്ഥലം തിരഞ്ഞെടുത്തത്. ചികിത്സാ മന്ത്രവാദികളെ ദ റൈച്ചസ് വിച്ചസ് ഓഫ് ഹീലിംഗ് ക്രാഫ്റ്റ് പണ്ടുണ്ടാക്കിയതും പിന്നീട് ഓർമ്മ മായ്ച്ചു കളയേണ്ടി വന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതുമായ ഒരു മന്ത്രമാണ് ആ കുപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നഷ്ടമായെന്ന് പറയാൻ കാരണം അത് ശരീരത്തിൽ പ്രയോഗിക്കുന്ന ഒന്നായതുകൊണ്ടായിരുന്നു. അതിവിടെ ലോകത്തിനെതിരല്ലേ.
കഴിഞ്ഞ എപ്പിസോഡിൽ മകരെ മന്ത്രം ഉപയോഗിച്ച് രക്ഷിക്കാൻ ദാഗ്ദ ആവശ്യപ്പെട്ടപ്പോൾ ലുലീസി പറ്റില്ലെന്ന് നിന്നതും ഇതൊക്കെ കൊണ്ടായിരുന്നു. കിഫ്രിയുടെ മുന്നിലുള്ളത് ഒരു ഇരട്ട ബോട്ടിൽ സ്പെല്ലാണ്. വിദൂരത്തുള്ള മന്ത്രവാദികൾക്ക് പരസ്പരം മരുന്നുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയായിരുന്നു ആ മന്ത്രം. അത് നടക്കണമെങ്കിൽ ആ കുപ്പിക്കുള്ളിൽ ഒരു മാന്ത്രിക മെഡൽ ഉണ്ടായിരിക്കണം. ഈ 2 കുപ്പികളും എത്ര ദൂരെ ആണെങ്കിലും ഈ മെഡൽ മുഖേന അതിലെ മരുന്ന് തീരാതെ നിലനിൽക്കുകയും ചെയ്യും. ഒരു കാലത്ത് ഏറെ പ്രയോജനമായിരുന്ന ഈ വിദ്യ ഇപ്പോൾ ബ്രിംഡ് ഗ്യാപ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതൊരു ഐറണിയാണ്. കിഫ്രിയുടെ ചിന്ത ആ ഒരു കൊത്തിവെച്ചിട്ടുള്ള രഹസ്യ മെഡൽ ഇതിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞാൽ അത് ദിശ കാട്ടുന്ന ഗൈഡൻസ് ഓർബിലേക്ക് ഇടാം. ഇതിന് സാധിച്ചാൽ അവന് ബ്രിംഡ് ഗ്യാപ്സിലേക്ക് നേരിട്ടുള്ള വഴിയായിരിക്കും അത് കാട്ടിത്തരിക. അങ്ങനെ കിഫ്രി അതിസൂക്ഷ്മമായി ആ മെഡൽ പുറത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് മഷിയിൽ നിന്ന് വേർപെട്ടതും അതിൽ ആവാഹിച്ചിരുന്ന മറ്റൊരു മന്ത്രം ഉണരുകയും സ്പാർക്കടിച്ച് കുപ്പിയിൽ നിന്ന് വെള്ളം രൂപപ്പെട്ട് ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് നിറയുകയും ചെയ്തു. ഒപ്പം കിഫ്രിക്ക് ശക്തമായ സ്പാർക്കിലൂടെ വൈദ്യുതാഘാതവും ഏറ്റു. വെള്ളത്തിനുള്ളിലായതിനാൽ കിഫ്രിക്ക് പ്രതിരോധിക്കാനുള്ള മന്ത്രം പ്രയോഗിക്കാനായില്ല. എന്നാൽ അവിടെ പെട്ടെന്ന് ആ വെള്ളം തിരികെ കുപ്പിയിലേക്ക് കയറി. കാരണം അവിടെ ആ ബ്രിംഡ് ഗ്യാപ് മന്ത്രവാദി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആവശ്യനായ കിഫ്രിയുടെ കൺമുന്നിൽ വെച്ച് ആ കുപ്പി പൊട്ടിച്ച ശേഷം തൊട്ടടുത്ത നിമിഷം ആ മെഡലുമായി അത് വായുവിൽ അപ്രത്യക്ഷമായി. തൻ്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്ത കാര്യങ്ങൾക്ക് ബ്രിംഡ് ഗ്യാപ്സിനോടെ പകവീട്ടാനുള്ള കിഫ്രിയുടെ പക്കലുണ്ടായിരുന്ന ഒരേ ഒരു തെളിവും അതോടെ ഇല്ലാതായി. ആ മെഡലുമായി ബ്രിംഡ് ഗ്യാപ് പോയെങ്കിലും പിൻവാങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഒരു വഴി പോയാൽ 100 വഴി എന്നവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രിംഡ് ഗ്യാപ്സുമായി കിഫ്രിക്ക് ഒരു ഇരുണ്ട ചരിത്രമുണ്ടെന്ന് ഉറപ്പാണ്. അടുത്ത ദിവസം ഉറക്കമില്ലായ്മയും ക്ഷീണവും കാരണം കിഫ്രി ആകെ തളർന്നു പോയിരുന്നു. മാഷ് മാത്രമല്ല കോക്കോയും. കാരണം അവളും ഉറക്കമില്ലാതെ പ്രയത്നത്തിലായിരുന്നല്ലോ. ആ സ്പെല്ലിൻ്റെ ഷോക്കിൽ ഇപ്പോഴും ബലമില്ലാതെ നടന്ന കിഫ്രി ഊർജ്ജം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ചില ഇലകൾ ശേഖരിക്കാനായി അറ്റിയലിന് പുറത്തേക്ക് പോയി. ഇതേ സമയത്ത് കോക്കോ അഗോത്തിൻ്റെ സിൽഫ് ഷൂസ് അവൾക്ക് തിരികെ നൽകി. ആ ലെവിറ്റേഷൻ സ്പെൽ വരയ്ക്കാൻ കഴിയാതെ ഷൂ കുറച്ചായി കോക്കോയുടെ കയ്യിലല്ലായിരുന്നു. ഇപ്പോൾ കൃത്യമായി ആ സിജിൽ വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നു. രാത്രി മുഴുവൻ അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ അഗോത്തിന് എന്നാൽ ദേഷ്യമാണ് വന്നത്. അന്ന് ദാദാ റേഞ്ചിലേക്ക് തള്ളിവിട്ടതായിരുന്നു അഗോത്ത് അവളെ. എന്നിട്ടും കോക്കോ അതൊന്നും ആരോടും പരാതിയായി പറഞ്ഞിട്ടില്ല. താൻ ചെയ്ത തെറ്റുകൾക്കൊന്നും നീ എന്താണ് എന്നെ കുറ്റപ്പെടുത്താത്തത് എന്നും എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ എന്നൊക്കെ അഗോത്ത് കോക്കോയോട് ചോദിച്ചു. അതിന് മറുപടിയായി കോക്കോ പറഞ്ഞത് ആ പരീക്ഷയാണ് തനിക്കൊരു നല്ല മന്ത്രവാദിയാകാൻ സഹായകരമായതെന്നാണ്. ഭയന്ന് ഉൾവലിഞ്ഞു നിന്ന കോക്കോയുടെ ഉള്ളിൽ ആ തീക്കനലിടാൻ കാരണമായത് അഗോത്താണ്. അതിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ആ മറുപടി പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ കോക്കോ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഉറക്കമില്ലായ്മയും അമിതമായ ക്ഷീണവും മൂലം അവൾക്ക് കടുത്ത പനി പിടിപെട്ടതിൻ്റെ ആയിരുന്നു അത്. ഇന്നേരം കാട്ടിൽ ബ്രഷ് പിടിക്കൊപ്പം പച്ചിൽ സസ്യം പറിച്ചിരുന്ന് മന്ത്രത്തിൻ്റെ എഫക്റ്റ് മാറിക്കൊണ്ടിരുന്ന കിഫ്രിക്കടുത്തേക്ക് അഗോത്ത് ഒരു സ്പെല്ല് ഉപയോഗിച്ച് പാഞ്ഞ് പറന്നെത്തി. ഇക്കാര്യം പറഞ്ഞ് കിഫ്രി ഉടൻ തന്നെ കോക്കോയെ എടുത്ത് വീണ്ടും കാലിലേക്ക് പറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടികളെ ഓൾഡുജിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് പോകുന്ന വഴിയിൽ അവളുടെ പനി ഓരോ നിമിഷം കൂടിക്കൂടി വരുന്നത് അവൻ അറിഞ്ഞു. കാലിനിലാകട്ടെ ഇന്നേരം ടാർട്ട കുറച്ച് പിള്ളേരുമായി നിന്ന് കളിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായിരുന്നു. ഭാഗ്യത്തിന് വഴിയിൽ വെച്ചവർ വീണ്ടും ടാർട്ടയെ കണ്ടുമുട്ടി. ആശുപത്രി എവിടെയെന്നറിയാത്ത കിഫ്രിയും കോക്കോയും ചില കുറുക്കുവഴികളിലൂടെ അവൻ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. അങ്ങനെ അതിനുശേഷം കിഫ്രി അവനോട് നന്ദി പറയുകയും അവൻ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മിടുക്കനാണെന്ന് പ്രശംസിക്കുകയും ചെയ്തു. കുറച്ചൊന്നും മടിച്ചാണെങ്കിലും തനിക്ക് കിഫ്രിയോടൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ടാർട്ട പറയുന്നു. ആ ചോദ്യം എന്താണെന്ന് നമുക്കറിയാം. ആ വെളിച്ചം. അതിനു പിന്നിലെ രഹസ്യം അറിയാവുന്ന നോൾഡോവെ കിഫ്രി ഒന്നും നോക്കാതെ ഓർമ്മ നശിപ്പിക്കുന്ന മന്ത്രം പ്രയോഗിച്ചു. ഇപ്പോൾ ടാർട്ട ഈ മന്ത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇനി ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നൊരു ഭയമുണ്ട്. അത് നമ്മളിനി കണ്ടു തന്നെ അറിയണം. തൊട്ടുമുന്നേയുള്ള ഉദ്യോഗപരമായ എപ്പിസോഡിന് ശേഷം വിച്ചാറ്റ രില്ലിയർ ഈ എപ്പിസോഡിലൂടെ മന്ത്രവാദിനികളുടെ ചരിത്രത്തിലേക്കും അവരുടെ സംസ്കാരത്തിലേക്കും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലേക്കും കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. വിച്ചസ് ഓഫ് ഹീലിംഗ് കറപ്ഷനെ കുറിച്ച് അറിഞ്ഞത് വളരെ താല്പര്യമുണ്ടെന്ന ഒന്നാണ്. ഈ കഥയിൽ ഇതേക്കുറിച്ച് പിന്നീട് വീണ്ടും വരുമെന്ന് ഉറപ്പാണ്. അവസാനമായി പറയുകയാണെങ്കിൽ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും ടാർട്ട കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായി മാറുകയാണ്. അവൻ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെങ്കിലും കിഫ്രി പറഞ്ഞതുപോലെ അവൻ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് തൻ്റെ മുത്തശ്ശൻ എന്താണ് സംഭവിച്ചതെന്ന് അവൻ മന്ത്രവാദിയോട് ചോദിക്കുമോ അതോ മറ്റെന്തെങ്കിലും ആണോ ചോദിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും അവൻ കഥയുടെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഒപ്പം കിഫ്രിയെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യത്തിലേക്ക് അവൻ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. അരിഗാത്തോ.